അത് പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ. ഈ കുട്ടിക്കും ഇതുപോലെ തന്നെ മാരകമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടിക്ക് എണീറ്റ് നടക്കാൻ പോലും വയ്യ. അവരുടെ കാലുകളിൽ ഏറ്റേക്കുന്ന ക്ഷതം കുട്ടികൾക്ക് ഇതുപോലെ സംഭവിച്ചപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടിട്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മനുഷ്യനായി ഞങ്ങളെ എല്ലാവരും, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ മനുഷ്യത്വത്തിന് നിരക്കാത്തിരിക്കും. AD സാദിയ എന്ന് പറഞ്ഞൊരു ട്രാൻസ്ജെൻഡർ തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച ഒരു വീഡിയോ ആണിത്. കഴിഞ്ഞ ദിവസം കുറേ അധികം ട്രാൻസ്ജെൻഡേഴ്സിനെ കുറേ പേര് ചേർന്ന് കുറേ അധികം നേരം മർദ്ദിച്ചിരുന്നു. ആ ഒരു വീഡിയോ ആണ് അതിനകത്ത് കാണിച്ചിരുന്നത്. ഭയങ്കരമായിട്ടുള്ള സ്റ്റീലായിട്ടുള്ള വടിയൊക്കെ കൊണ്ടുവന്ന് കാല് മൊത്തം അടിച്ചുടച്ചൊക്കെയാണ് ആ ഒരു ട്രാൻസ്ജെൻഡേഴ്സിനെ ഉപദ്രവിച്ചത്. ഇതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് വീഡിയോ ഇട്ടിരുന്നു. ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോരുത്തർ ഇവരെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ ആ വീഡിയോയിൽ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടൊക്കെയാണ് സംസാരിച്ചത്. ഇത് കണ്ട സമയത്ത് എനിക്ക് തോന്നി, നമുക്ക് ചില കാര്യങ്ങളോട് എതിർപ്പായിരിക്കും, ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലായിരിക്കാം എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാനോ അവരെ മിക്കിട്ട് കയറാനൊന്നും നമുക്ക് ആർക്കും അധികാരം തന്നിട്ടില്ല. നമുക്കൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് വെച്ച് പോവുക, നമ്മുടെ പാട്ടിന് പോവുക, അവരെ ജീവിക്കാനും വിടുക എന്നുള്ളതാണ്. അല്ലാതെ അവരെ അടിക്കുക, അവരെ ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ല. ഇപ്പം ഇതിൽ അവർ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഇവർ കൂട്ടുകാരെ വീട്ടിലേതാണ്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് കുറേ പേരെന്ത് ചെയ്യുന്നത്, ഇവരുടെ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ കൈ കയറി പിടിക്കുന്നത്. സോ അത് ഭയങ്കരമായിട്ട് ഇഷ്യൂ ആയി. അവരെ അടിക്കാനൊക്കെ ശ്രമിച്ച സമയത്ത് തള്ളി മാറ്റി, ഇങ്ങനെയുള്ള ഇഷ്യൂ ആയപ്പോഴത്തേക്ക് അവൻ തിരിച്ചു പോയി കാറിൽ നിന്ന് വടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവരെ മൊത്തം നല്ലോണം അടിക്കുന്നതായിരുന്നു. അതാണ് നിങ്ങൾ ആദ്യം വീഡിയോയിൽ കാണിച്ചു തന്നത്. ഭയങ്കരമായിട്ടുള്ള അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ച് ആ സമയത്ത് സംസാരിച്ചത് സ്വീറ്റി എന്ന് പറഞ്ഞൊരു ട്രാൻസ്ജെൻഡറാണ്. ആ ഒരു വ്യക്തിയാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് എതിർപ്പായിരിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് വിട്ടിട്ട് പോകും, അല്ലാതെ ചുമ്മാ അവരെ ഉപദ്രവിക്കാൻ നിൽക്കരുത്. സോ അതിന്റെ ബാക്കി ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോയിൽ കാണുന്ന സൽപുത്രന്മാരായിട്ടുള്ള മട്ടാഞ്ചേരി സ്വദേശി ഒന്ന് ഷംനാസ്, ഒന്ന് പള്ളൂരുത്തി സ്വദേശി ഫാസിൽ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ഈ ഏമാന്മാരുടെ മക്കിട്ട് വെറുതെ കയറി ചെന്നാണെന്നുള്ള പരാതികളൊക്കെ പല സൽപുത്രന്മാരും കമന്റ് ബോക്സിലൂടെ അറിയിക്കുന്നുണ്ടായിരുന്നു, പ്രമുഖ മാധ്യമങ്ങളിലൂടെയൊക്കെ. പക്ഷേ ഈ ഏമാന്മാരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. റിമാൻഡും 14 ദിവസം ചെയ്യിച്ചിട്ടുണ്ട്. സോ അത് തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ആ തെറ്റ് ചെയ്തവർക്ക് അതങ്ങനെ തന്നെ ശിക്ഷ വേണം. പക്ഷേ ഇതിൽ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് ഭയങ്കര സപ്പോർട്ടൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്. അവർക്കെതിരെ അവർ ഒന്നും ചെയ്ത് കാണത്തില്ല, ഇവരായിരിക്കും എന്തെങ്കിലും ചെയ്തത് എന്നുള്ള പറഞ്ഞ് ഇവർക്കെതിരെ ഭയങ്കരമായിട്ട് എതിർത്ത് കുറേ അധികം പേര് കമൻറ്റ് ഇടുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും, എനിക്കും ചിലപ്പോൾ ചില കാര്യങ്ങളോട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിലേക്ക് കയറി എന്തിനാണ് ആവശ്യമില്ലാതെ ഇടപെടാൻ പോകുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമല്ല, അത്ര മാത്രമേ ഉള്ളൂ. ചുമ്മാ ആവശ്യമില്ലാതെ അവരെ ഇട്ട് ഉപദ്രവിക്കുക, അവരെ കാര്യങ്ങളിൽ ഇടപെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. നിങ്ങളിലേക്ക് അവരെന്തെങ്കിലും പ്രശ്നമായിട്ട് വരുവാണെങ്കിൽ മാത്രം റിയാക്ട് ചെയ്യുക, അല്ലാതെ ചുമ്മാ ആവശ്യമില്ലാതെ ഒരു പ്രശ്നങ്ങളും ചെയ്യാത്തവരെ വെറുതെ വിടുക എന്നുള്ളതാണ്. കാരണം അവരെ സപ്പോർട്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക, അതാണ് മെയിനായിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഓക്കെ, വേണ്ട, നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നൂടെ. ഇപ്പോൾ അതും പറ്റാത്ത രീതിയാണ്, ഞങ്ങൾ ഉപദ്രവിക്കും എന്ന രീതിയിലായിരിക്കുകയാണ്. സോ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് മാക്സിമം അവരെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കുക എന്നാണ്. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.